ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ജ്യോതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളെ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് വന്നപ്പോൾ പാവം ഒന്നും പറഞ്ഞില്ല കേട്ടാ. എല്ലാ പ്രാവശ്യവും നമ്മൾ മറക്കും. അപ്പോഴൊന്നും ബർത്ത്ഡേ ആയിരുന്നു. വൈകിട്ടായിട്ടും വിളിച്ച് ചോദിക്കുകയാണ്, എന്തരോ മറന്നല്ലോ ഉണ്ണിയുടെ, എന്തരോ മറന്നല്ലോ എന്ന് കേട്ടാ. വന്നപ്പോഴാണ് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത്. പാവം ഓംപ്ലേറ്റ് അടിക്കുന്നു. സമയം രാത്രി 8:30 മണി അല്ലേ. ഫുഡ് കഴിക്കുന്ന സമയമായി. എന്നും 8-8:30ക്കാണ് ഫുഡ് കഴിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ജ്യോതി. അടുത്ത വർഷം നമ്മൾ എന്തെങ്കിലും ഒരു മുട്ടായി വഴി തരും. എല്ലാ വർഷവും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ആസി, അമ്മയ്ക്ക് അടുത്ത വർഷം നീയേ മുട്ട അടിച്ചു നോക്കണേ. അടിച്ചു നോക്കൂലേ? അപ്പോൾ ജ്യോതിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ജ്യോതിയുടെ അച്ഛൻ തന്നെ വിളിച്ച് സംബോധന ചെയ്യും. സംബോധന ചെയ്യുന്ന അച്ഛനും അറിഞ്ഞു, അച്ഛനും മറന്നു. ഞാൻ ബർത്ത്ഡേയുടെ അലാറം വെച്ചിട്ടുണ്ടായിരുന്ന, ഇപ്പോഴാണ് അടിച്ചത് രാത്രി 8 മണിക്ക്. സന്തോഷം. ഇപ്പോഴാണ് സംഭവം അടിച്ചത് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, സംഭവം മറന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കുഴപ്പമില്ല, ജ്യോതിയാണ്ട് ശ്രമിച്ച്. ഓംപ്ലേറ്റ് അടിക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ചോറ് കഴിക്കാൻ. എന്നിട്ട് തമ്പേ ടാറ്റ പറ. ടാറ്റ, ബൈ ബൈ. മോള് നമ്മളെ പുതിയ ഹെയർ സ്റ്റൈലാണ്. എങ്ങനെയുണ്ട്? അപ്പം കഴിയില്ല കേട്ടാ. അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ സമയം പറയട്ടെ വെച്ചേ, സമയം ഒരു 7:45 8 മണി അടുപ്പിച്ച് ആയാലേ. 7:45 കഴിഞ്ഞു ജോലി ചെന്നപ്പോഴേ. അപ്പോൾ ജ്യോതിയുടെ അനിയത്തി ദേവു ആണ് നമുക്ക് എന്തേ പോയാ കേക്ക് കൊണ്ടുവന്ന് മുറിച്ചിട്ടൊക്കെ പോയടാ. അത് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പോഴാണ് നമ്മൾ ചോറൊക്കെ ഇരുന്നപ്പോഴാണ് അവർ കാണിക്കുന്നത്. കേക്കൊക്കെ മുറിച്ച് അവരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യോതി ഉച്ചയ്ക്കാണ് വിളിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ പിടിച്ച് വെച്ചില്ല, ആൾക്കാർ കാണുന്നതല്ലേ. കേക്ക് മസിന് കൊടുത്താണ് കേക്ക്. താങ്ക് യു.